ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. സോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് PSC 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ നമ്മൾ ജനറൽ സയൻസിനെ പറ്റി പറഞ്ഞിരുന്നു. ജനറൽ സയൻസിൽ വരുന്നതാണ് നാച്ചുറൽ സയൻസും അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസും. നാച്ചുറൽ സയൻസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ സയൻസ് ആണ്. സോ ഫിസിക്കൽ സയൻസിൽ വരുന്ന ടോപ്പിക്സ് ആണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും. സോ മൊത്തം 12 ടോപ്പിക്സ് ആണ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയുമാണ്. സോ എന്താണ് ആറ്റം? അണു അഥവാ ആറ്റം ഒരു രാസമൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിവിധ തരം ആറ്റങ്ങളാലാണ്. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര അഥവാ മോളിക്യൂൾ ഉണ്ടാവുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആറ്റം എല്ലാം ചേർന്നിട്ട് നമ്മൾ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയും, അതുണ്ടാവുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആറ്റം എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് എന്താണ്? ആറ്റം എന്ന് പറഞ്ഞ വാക്ക് അർത്ഥമാക്കുന്നത് വിഭജിക്കാൻ കഴിയാത്തതിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റം ആര് കണ്ടുപിടിച്ചു? ജോൺ ഡാൾട്ടൺ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആറ്റം ആര് കണ്ടുപിടിച്ചു? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ. ആറ്റം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഓസ്റ്റ് വാൾട്ട് ആണ് കേട്ടോ. ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ഓസ്റ്റ് വാൾട്ട് ആണ്. ഇനി ആറ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തുണ്ട്? കേന്ദ്രമായിട്ട് ന്യൂക്ലിയസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കണങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ പറയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ആറ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ്. ആറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ്. ആറ്റത്തിൻ്റെ ആകൃതി വരുന്നത് ഗോളാകൃതിയാണ് കേട്ടോ. ആറ്റത്തിൻ്റെ ആകൃതി വരുന്നത് ഗോളാകൃതിയാണ്. സോ നമ്മൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കണങ്ങളായിട്ടുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ വരുന്നുണ്ട്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് റുദർഫോർഡ് കേട്ടോ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ്. അപ്പം തന്നെ അതിൻ്റെ ഉള്ളിൻ്റെ കണങ്ങളായ ഫസ്റ്റ് കണമായിട്ടുള്ള പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. NJ എന്ന് നോട്ട് ചെയ്താൽ മതി. ന്യൂട്രോൺ, ജെയിംസ് ചാഡ്വിക്ക് കേട്ടോ. അടുത്തത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. എന്താണ്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്. NJ എന്ന് നോട്ട് ചെയ്യുക. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. ഇനി പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇത്. ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള കണം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടോൺ ആണ്. ഇനി ന്യൂട്രോണിൻ്റെ ചാർജ് ചോദിച്ചാൽ നോ ചാർജ് ആണ് കേട്ടോ. ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺ ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ഇനി ന്യൂക്ലിയസിൻ്റെ ചാർജ് ഏതാന്ന് ചോദിച്ചാൽ അത് പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. ന്യൂക്ലിയസിൻ്റെ ചാർജ് ഏതാന്ന് ചോദിച്ചാൽ അത് പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിനെ പറ്റി പറയാം. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ ഭാരം കൂടിയ കണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രോൺ ആണ് കേട്ടോ. ആറ്റത്തിൻ്റെ ഭാരം കൂടിയ കണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രോൺ ആണ്. ആറ്റത്തിൻ്റെ ഭാരം കൂടിയ കണം അത് ന്യൂട്രോൺ ആണ് കേട്ടോ. കുറഞ്ഞത് ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ആറ്റോമിക് നമ്പർ Z എന്ന ലെറ്ററിലോണ്ടാണ് എന്ത് ആറ്റോമിക് നമ്പർ നൊട്ടേറ്റ് ചെയ്യുന്നത്. പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക നമ്പർ സൂചിപ്പിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ്. Z എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് മാസ് നമ്പർ A എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് മാസ് നമ്പർ എന്ന് പറയുമ്പോൾ അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, പ്രോബ്ലം പോലെയൊക്കെ ചോദിക്കാം. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അടുത്തത് ഐസോടോപ്പുകൾ എന്താണ്? ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്നതാണ് ഐസോടോപ്പുകൾ. എന്താണ്? ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്നതാണ് എന്ത്? ഐസോടോപ്പുകൾ. അങ്ങനെയാണെങ്കിൽ ഐസോബാറോ നേരെ ഓപ്പോസിറ്റ്, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റത്തിനെ വിളിക്കുന്നതാണ് എന്ത്? ഐസോബാർ. അപ്പോൾ സോ ഡെഫിനേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ. എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെയാണ് നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെയാണ് നമ്മൾ ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, ഇങ്ങനെയാണ് പേര് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² എന്നാ പറയുക, 2n². അപ്പം ഈ എന്നിനൊരു വാല്യൂ ഉണ്ട് കേട്ടോ. കെയുടെ കേസിലാണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് എന്നിന് നമ്മൾ 1 ഇട്ട് കൊടുക്കും. എല്ലിൻ്റെ കേസിൽ എന്നിന് നമ്മൾ 2 ഇട്ട് കൊടുക്കും. എമ്മിൻ്റെ കേസിൽ നമ്മൾ 3 ഇട്ട് കൊടുക്കും. എന്നിൻ്റെ വാല്യൂ ആട്ടോ പറഞ്ഞത്. എന്നിൻ്റെ കേസിൽ നമ്മൾ 4 ഇട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പം കെയുടെ കേസ് ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ എന്താ? 2n². അപ്പം കെ ആണെന്ന് കെ ഷെല്ലിൻ്റെ എണ്ണം നോക്കുമ്പോൾ 2 ഇൻറ്റു എന്നിന് നമ്മൾ 1 ആണ് ഇട്ട് കൊടുത്തത്. അപ്പം 1² എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പം 2 × 1 2. അപ്പം കെയുടെ എത്ര ഉണ്ട്? കെയിൽ 2 നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ എല്ലിൻ്റെ കേസ് ആണെങ്കിലോ 2 ഇൻറ്റു എന്നിൻ്റെ അവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കുക. 2 × 2² എന്ന് പറയുമ്പോൾ ഉത്തരം 8 വരും. മറ്റേതിൽ 2 × 3² 18 വരും. 2 × 4² 32. അപ്പോൾ കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32 കേട്ടോ. അടുത്തത് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ് കേട്ടോ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക അവതരിപ്പിച്ചത് ഇർവിൻ ഷ്രോഡിംഗർ ആണ് കേട്ടോ. ഇർവിൻ ഷ്രോഡിംഗർ ആണ്. അനിശ്ചിതത്വ സിദ്ധാന്തം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അവതരിപ്പിച്ചത് ഹൈസൻബർഗ് ആണ്. ആര്? അനിശ്ചിതത്വ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഐസോട്ടോൺ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഐസോട്ടോൺ തുല്യ എണ്ണം ന്യൂട്രോണുകളുടെ വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുടെയും ആറ്റങ്ങളെ ഐസോട്ടോൺ എന്ന് പറയുന്നു. തുല്യ എണ്ണം ന്യൂട്രോണുകളുടെയും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളെയും ഉള്ള ആറ്റങ്ങളെ ഐസോട്ടോൺ എന്ന് പറയുന്നു. അപ്പോൾ ഐസോമർ എന്താ? ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങൾ. ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങൾ. അപ്പോൾ ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ, ഐസോമർ ഒക്കെ എന്താണ് ഡെഫിനിഷൻ നോക്കിയിട്ട് പോവാം. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആണ്. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയമാണ്. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയമാണ് കേട്ടോ. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയമാണ്. ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം റെഡോൺ ആണ് കേട്ടോ. റെഡോൺ ആണ്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. കേട്ടോ. ഇത്രയൊക്കെയാണ് ആറ്റത്തിനെ റിലേറ്റ് ചെയ്തിട്ട് അതായത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്താണ്. മാക്സിമം അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.